ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയാണ് കേട്ടോ. പത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് ചേർത്തിട്ടാണ് പത്തിരി ഉണ്ടാക്കുന്നത്. ചോറ് ചേർത്തിട്ട് പത്തിരി എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ചോറ് ഇട്ടിട്ടുണ്ട്, പിന്നെ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്തിരി തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി കുഴയ്ക്കാം. നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചോറ് ചേർക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അല്ല, പിന്നെ ഇതിൽ ഇത്തിരി ജീരകം, പിന്നെ 2 ചുള ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഉള്ളിയും ജീരകവും ഇട്ടിട്ടുണ്ട്, ചോറും പിന്നെ അരിപ്പൊടി ഇത്രയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പത്തിൻ്റെ പൊടിയാണേ, വറുത്ത അപ്പത്തിൻ്റെ പൊടി. ഇനി തേങ്ങ നമുക്ക് ആവശ്യത്തിനുള്ള ഇടാം. തേങ്ങ ഞാനിട്ടു. എല്ലാം കൂടി നന്നായി ഒന്ന് കുഴയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഒന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് ചോറ് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് നമ്മൾ കുഴയ്ക്കാം. ബാക്കിയെല്ലാം കൂടി എന്നിട്ട് കുഴയ്ക്കാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് 2ആയിട്ട് മുറിച്ചു. കണ്ടില്ലേ, അതങ്ങനെ മുറിച്ചെടുക്കുക. ഒരു കവറാണിത്. കവർ 2ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തിട്ട് ഇതിൽ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ പറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെളിച്ചെണ്ണ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച ബാറ്ററാണിത്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എത്ര പോകുന്ന ഒരു ഉരുള എടുത്തിട്ട് ഇതിൽ വയ്ക്കുക. അങ്ങനെ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുക. ഇതിങ്ങോട്ട് അടയ്ക്കുക. അടച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇത് കണ്ടോ, അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ടിങ്ങനെ നല്ല വട്ടത്തിൽ വരും. എന്നിട്ട് ഈ ഭാഗം അങ്ങ് മാറ്റിയിട്ട് നമുക്ക് ഇതെടുത്ത് ഇതിലേക്ക് ഇടാം. ഇട്ടോട്ടനെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലേ, ഉരുകിപ്പോവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇലയിൽ വെക്കാം. ഇലയിലും ഇതേമാതിരി തന്നെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഇട്ടിട്ട് ഇതിലിത്തിരി കൂടി ചെറുതാക്കി എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം വേണമെങ്കിൽ കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇതിങ്ങനെയായാലും നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്നിട്ട് എന്തെങ്കിലും ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമ, സ്റ്റ്യൂ എന്ത് വേണമെങ്കിലും ചേർത്ത് കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ സോയ ചങ്ക്സ് കൊണ്ട് ഉണ്ടാക്കുന്ന മസാലക്കറിയോ ഏത് വേണമെങ്കിലും കൂട്ടി കഴിക്കുക. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെയാണ്. പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഞാനിത് ചായ എടുത്ത് ഒഴിക്കാൻ പോവാം. പിന്നെ ഇതാ നമ്മളുണ്ടാക്കിയ പത്തിരി. ഇത് പൊട്ടറ്റോ കറി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഒരു കഷ്ണം എടുത്തിട്ട് ടേസ്റ്റ് നോക്ക്. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടി ചൂടോടുകൂടിയാണെങ്കിൽ നന്നായിരുന്നേനെ. ചൂട് കുറച്ച് ആറി തുടങ്ങി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ തരണം. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.